നമ്മുടെ എഗ് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. എഗ് ഇഡ്ഡലി എന്ന് പേര് പറയുന്ന സമയത്ത് ഇഡ്ഡലിയുടെ കൂട്ടുമാവ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒരു ഷേപ്പ് മാത്രമേ ഉള്ളൂ. നമ്മൾ മുൻപൊരു എഗ് മോളി, സ്പെഷ്യൽ ഒരു എഗ് മോളി ചെയ്തതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇഡ്ഡലി സ്റ്റീമറിലേക്ക് മുട്ട ഒഴിച്ചിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇഡ്ഡലി സ്റ്റീമറിൽ തട്ടിൽ കുറച്ച് കുഴി കുറച്ച് കുറവാണ്, പക്ഷെ എൻ്റെ കയ്യിലുള്ള മുട്ട എഗ്ഗ് കുറച്ച് വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു 4 ചെറിയ ബൗളാണ് എടുത്തിട്ടുള്ളത് സ്റ്റീലിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഡ്ഡലി സ്റ്റീമറിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, മുട്ടയുടെ വലുപ്പവും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീമറിൻ്റെ വലുപ്പവും നോക്കിയിട്ട്. അപ്പോൾ ഇതിലേക്കൊരു ഇത്തിരി എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മുട്ട ഓരോന്നായിട്ട് ഓരോ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഈ സമയത്ത് ഉപ്പ് കുരുമുളക് ഒന്നും ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്, ആ സമയത്താണ് എല്ലാം ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ആവിയിൽ ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ മുട്ടയൊക്കെ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്നങ്ങ് തണുക്കുന്ന സമയത്ത് ഒരു സ്പൂൺ കൊണ്ട് അങ്ങ് ഇളക്കിയെടുത്താൽ മതി. കറക്റ്റ് ഒരു ഇഡ്ഡലി പോലെ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അപ്പോൾ അത് തണുത്തിട്ട് എടുക്കാം. ഇപ്പൊ നമ്മുടെ മുട്ടയൊക്കെ കറക്റ്റ് ഇഡ്ഡലി പോലെ ആയി വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് ആവിയിൽ ഇഡ്ഡലി പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ കയ്യിലുള്ള ഇഡ്ഡലി സ്റ്റീമറിൽ കുഴി ചെറുതുമാണ്, അതുപോലെ തന്നെ മുട്ട വലുതുമാണെന്ന്. അപ്പൊ അങ്ങനെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ആദ്യം ചെയ്തതായിരുന്നു ഇത്. അപ്പൊ സംഭവിച്ചത് കണ്ടില്ല, എന്താന്ന് വെച്ചാല് മുട്ടയുടെ മഞ്ഞ മേലേക്ക് വന്നു. അതെന്താന്ന് വെച്ചാല് നമ്മുടെ മുട്ടയുടെ വെള്ളയുടെ അളവ് കുറഞ്ഞതുകൊണ്ടാണ് മഞ്ഞ ഇങ്ങനെ തെളിഞ്ഞു വന്നത്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ശ്രദ്ധിച്ച് പൊരിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം. പക്ഷെ നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് മഞ്ഞ തട്ടുമ്പോൾ ഇനിയൊരു എണ്ണ പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രശ്നം വരണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്കും കൂടെ ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുഴിയുള്ള പാത്രത്തിലിട്ട് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾ ഇഡ്ഡലി സ്റ്റീമർ നല്ല കുഴിയുള്ള ടൈപ്പ് തന്നെയാണ്, അതിൽ തന്നെ ചെയ്യാട്ടോ, നോ പ്രോബ്ലം. മുട്ട ഇതുപോലെ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി വലിയൊരു പണിയൊന്നുമില്ല. സിമ്പിൾ റെസിപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ, നല്ല ടേസ്റ്റുമാണ്. ശരിക്കും ഈ ഒരു റെസിപ്പി കണ്ണൂർ സ്പെഷ്യലാണ്. ഞാൻ കണ്ണൂരിൽ നിന്ന് കഴിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് സഫൂർ, അവള് കണ്ണൂരിൽ പോയി കഴിച്ച സമയത്ത് അവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ശരിക്കും നമ്മൾ തലശ്ശേരിക്കാരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മള് സാധാരണ പുഴുങ്ങിയ മുട്ട ജസ്റ്റ് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ മസാല തേച്ച് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്, എന്നാൽ കഴിക്കാൻ കുറച്ചുകൂടെ അതിനേക്കാൾ ഇത്തിരി കൂടെ ടേസ്റ്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിലേക്കൊരു സിമ്പിൾ മസാലയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ടൊരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ മുട്ടയിൽ ഉപ്പിട്ടിട്ടൊന്നുമില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ തന്നെ ഇടാം. ഇനി നമ്മൾ ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് ചെറിയൊരു തിക്ക് പേസ്റ്റ് മസാല ആക്കി എടുക്കുക. അതായത് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന ആ ഒരു രൂപത്തിലുള്ള മസാല തന്നെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇടുമ്പോഴാണ് കറക്റ്റ് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുക. ഇതിലിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഒരു സിമ്പിൾ മസാല അത് തന്നെയായിരിക്കും ഇതിന് രസം. ഇനി നമുക്കിത് ഓരോ മുട്ടയിലും നന്നായിട്ട് കൈകൊണ്ട് തന്നെ മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ മുട്ടയൊക്കെ കറക്റ്റ് മസാലയൊക്കെ തേച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എപ്പോഴാണെങ്കിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. തീരെ സമയമില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ മുട്ട ആവിയിൽ വേവിച്ചെടുത്തിട്ട് ബജിയുടെ മാവിൽ മുക്കി ഫ്രൈ ചെയ്യാം, ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാം. അങ്ങനെ പല വെറൈറ്റിയിലും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി അല്ല, ഈ ഒരു മുട്ട ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു റെസിപ്പി വെച്ചിട്ട്. അപ്പൊ നമുക്കിത് എണ്ണയിലൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ മതി, ഡീപ് ഫ്രൈ വേണ്ടിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ മതിയാവും. ഇത് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരുപാട് ഫ്രൈ ആവാനൊന്നുമില്ല, കാരണം വെച്ചാൽ നമ്മൾ മുട്ട ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. പിന്നെ ആ മസാല ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. പക്ഷേ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യരുത്, കാരണം നമ്മളെ മുട്ട ആയതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഫുൾ കവർ ചെയ്യേണ്ട, ഒരു പകുതി. രണ്ട് ഭാഗവും കറക്റ്റ് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ശരിക്കും നമ്മുടെ ഈ ഒരു എഗ് ഫ്രൈ നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യണം, കാരണം ചൂട് ആറിക്കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടില്ല.
അപ്പോൾ നമ്മുടെ എഗ് ഇഡ്ഡലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇതൊരു സ്നാക്കായിട്ടുണ്ട്, 4 മണിക്കൊക്കെ സ്നാക്കായിട്ടാണ് കഴിക്കുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോറിന്റെ ഒക്കെ കൂടെ സൈഡായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയും ആ കറിവേപ്പിലൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു നാടൻ സ്മെല്ലും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം, നമ്മുടെ ടെസ്റ്റിമോണിയലിനെ കുറിച്ചാണ്. ഒരുപാട് ആളുകൾ ഫോട്ടോസ് അയച്ചു തരുന്നുണ്ട്, മെയിൽ വഴിയും ഫേസ്ബുക്ക് പേജ് വഴിയും ഒക്കെ. ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും നിങ്ങൾ ഫോട്ടോസ് അയച്ചു തരുമ്പോൾ. പക്ഷെ നമുക്ക് ഫോട്ടോയുടെ എണ്ണം ഒരുപാട് കൂടുന്നത് കൊണ്ട് തന്നെ ഒരു 10-12 ഫോട്ടോസാണ് ഡെയിലി ഇടാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടോസ് പെൻഡിങ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ടെസ്റ്റിമോണിയൽ യൂട്യൂബിൽ ചെയ്യുന്നില്ല. ഇന്ന് മുതൽ ഫേസ്ബുക്ക് പേജ് ഫദ്വാസ്കിച്ചൻ ഫേസ്ബുക്ക് പേജിലായിരിക്കും ടെസ്റ്റിമോണിയൽ റെസിപ്പീസിന്റെ ഫോട്ടോസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് ഒന്ന് നോക്കുക, ഫദ്വാസ്കിച്ചൻ ഫേസ്ബുക്ക് പേജ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ മെയിലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കൊക്കെ ഫോട്ടോസ് അയച്ചതുപോലെ തന്നെ എല്ലാം അയച്ചു തരിക. നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് മാറ്റി ജസ്റ്റ് ഫേസ്ബുക്ക് പേജിലേക്ക് മാറ്റി എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ എഗ് ഫ്രൈൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അത് ഭംഗിക്ക് വേണ്ടിയിട്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ശരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ടൊമാറ്റോ സോസിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക്